അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഇന്ന് ധർമ്മധ്വജാരോഹണം നടക്കുകയാണ്. അയോധ്യ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയുടെ മണ്ണിലുണ്ട്. റോഡ് ഷോ നമ്മൾ കണ്ടു. ഇപ്പോൾ സപ്തമന്ദിറിൽ ദർശനം നടത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സപ്തമന്ദിറിൽ അദ്ദേഹം ദർശനം നടത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം ജനം ടിവിയിലൂടെ കാണുന്നത്. ഇന്ന് ശുഭ മുഹൂർത്തം എന്ന് പറയുന്നത് 11:58 മുതൽ 1 മണി വരെയാണ്. ആ മുഹൂർത്തത്തിലാണ് ധർമ്മധ്വജാരോഹണം നടക്കുക. കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യയും പരിസര പ്രദേശങ്ങളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 191 അടി ഉയരത്തിലാണ് ധർമ്മപതാക പാറിപ്പറക്കുക. ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 11:58-നും 1 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ധർമ്മധ്വജാരോഹണം നടക്കും. 161 അടി ഉയരമുള്ള പ്രധാന ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ 30 അടി ഉയരത്തിലാണ് പതാക പാറിപ്പറക്കുക. പതാകയിൽ ഓം, സൂര്യൻ, മന്ദാരം, പാരിജാതവും ചേർത്തുണ്ടാക്കിയ കോവിതാര അഥവാ കാഞ്ചനാര മരത്തിന്റെ ചിഹ്നം എന്നിവ ആലേഖനം ചെയ്തിട്ടുണ്ട്. സൂര്യൻ ശ്രീരാമന്റെ സൂര്യവംശത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഓം എന്നത് ശാശ്വതമായ ആത്മീയ ശബ്ദമാണ്. എന്തായാലും നമ്മൾ ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. രാജ്യം ഒന്നടങ്കം രാമമന്ത്രങ്ങളാൽ ആ പുണ്യ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ജിഷ്ണുവിലേക്ക് കൂടി പോകാം. ജിഷ്ണു അയോധ്യയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ജിഷ്ണു, ഇനി വേദമന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയിൽ പ്രധാനമന്ത്രി ധർമ്മധ്വജാരോഹണം നടത്തുന്ന ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. സപ്തമന്ദിറിൽ പ്രധാനമന്ത്രി ദർശനം നടത്തിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ചടങ്ങുകൾ, അവിടുത്തെ കാഴ്ചകൾ പറയൂ ജിഷ്ണു. രാഖി, അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സപ്തമന്ദിറിൽ ദർശനം നടത്തി ഇപ്പോൾ മന്ദിറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് എത്തും. ഇവിടെ സപ്തമന്ദിറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാർത്ഥന നടത്തിയിരിക്കുകയാണ്. അഗസ്ത്യരും അഹല്യാദേവിയും വാത്മീകി മഹർഷിയും കൂടാതെ വസിഷ്ഠ മഹർഷി, ശബരി മാതാവും വിശ്വാമിത്ര മഹർഷിയും ഗുഹനും ഉൾപ്പെടുന്ന സ്ഥാപിച്ചിട്ടുള്ള സപ്തമന്ദിരത്തിലാണ്, അയോധ്യയിലെ സപ്തമന്ദിരത്തിൽ പ്രാർത്ഥിച്ച് അവിടെ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് പോവുകയാണ്. പ്രധാന ചടങ്ങുകൾ 11:58-നാണ് പൂജാ ചടങ്ങുകൾ ആരംഭിക്കുക. അതായത് ധ്വജാരോഹണത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് 11:58-നാണ്. അതിനു മുൻപായി പ്രധാനമന്ത്രി അയോധ്യയിൽ തന്നെ ക്ഷേത്ര ദർശനം പറഞ്ഞിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഹനുമാൻഖടി ഉൾപ്പെടെ സന്ദർശിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ കൃത്യമായിട്ടുള്ള റൂട്ട് നിരവധി സുരക്ഷാ കാരണങ്ങളാൽ കൃത്യമായി പ്രധാനമന്ത്രി എപ്പോഴെത്തും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. 11:58 അദ്ദേഹം പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു മുൻപായി അയോധ്യയിലെ ക്ഷേത്ര ദർശനം എന്നത് മാത്രമാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ സപ്തമന്ദിറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത്. അവിടെയും രാമായണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഴുവൻ ജനസമൂഹത്തെയും ഒന്നായി കാണുന്ന അല്ലെങ്കിൽ ആ ഒരു ഏകതയിലും വൈവിധ്യമെന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന സപ്തമന്ദിറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അവിടെ അഗസ്ത്യരും അഹല്യാദേവിയും വാൽമീകി മഹർഷിയുടെയും വസിഷ്ഠ മഹർഷിയുടെയും കൂടാതെ ശബരി മാതാവിന്റെയും ഗുഹന്റെയും വിശ്വാമിത്ര മഹർഷിയുടെയും പ്രതിമകളാണുള്ളത്, വിഗ്രഹങ്ങളാണുള്ളത്. 11:58 ശുഭമുഹൂർത്തത്തിനുള്ള കാത്തിരിപ്പിലാണ് അയോധ്യ ക്ഷേത്ര നഗരം. അവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ ശ്രീരാമക്ഷേത്രത്തിന്റെ 161 അടി പൊക്കമുള്ള ഗോപുരത്തിൽ ഏകദേശം 30 അടി ഉയരമുള്ള പോളിന് മുകളിലാണ് കാവിപ്പതാക പാറിപ്പറക്കുക. കാവിപ്പതാകയ്ക്ക് 10 അടി വീതിയും 20 അടി നീളവുമുണ്ട്. സൂര്യഭഗവാന്റെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വംശമായിട്ടുള്ള സൂര്യവംശത്തെ പ്രതിനിധീകരിക്കുന്ന സൂര്യഭഗവാന്റെ ചിത്രം ഓംകാരവും ആലോകനം ചെയ്തിട്ടുള്ള കാവിപ്പതാകയിൽ അയോധ്യയുടെ രാജവൃക്ഷമായിട്ടുള്ള കോവിന്ധാര വൃക്ഷവും ആ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ കാവി പതാക ഇന്ന് അയോധ്യയിലെ മാത്രമല്ല ഭാരതത്തിന്റെയും സാംസ്കാരിക കേന്ദ്രത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും മുകളിൽ 191 അടി ഉയരത്തിലാണ്. അതായത് 161 അടി പൊക്കമുള്ള ഗോപുരത്തിലും അതിനും 30 അടി ഉയരമുള്ള പോളിനുമായി ആ കാവി പതാക ഇന്ന് പാറിപ്പറക്കും. അത് മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെയും ഈ ഭാരത സമൂഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി
പാറിപ്പറക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ഒരു വലിയ പോരാട്ടം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തെടുത്ത് പറയാതെ ഒരിക്കലും അയോധ്യയിൽ ഒരു ചടങ്ങ് പോലും പൂർത്തിയാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അയോധ്യയിൽ 500 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്ന പുണ്യക്ഷേത്രം തകർത്തതിനു ശേഷം ഇന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ആ ഒരു ക്ഷേത്രം ഉയരുന്നത്, അതിന് ഹൈന്ദവ ആരാധനയ്ക്ക് വേണ്ടി പൂർണ്ണമായും വിട്ടു നൽകുന്നതിനു വേണ്ടി വലിയൊരു പോരാട്ടം അവിടെ നടന്നിരുന്നു. ആ പോരാട്ടത്തിന്റെ പുതിയ ചരിത്രം നമുക്കറിയാം. അതായത് 2019 സുപ്രീം കോടതി വന്നതും സുപ്രീം കോടതി വിധി വന്നതും അതിനുശേഷം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്രത്തിന്റെ നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും എല്ലാം തന്നെ നമുക്ക് മുൻപിലുള്ള ചരിത്രമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ്, അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഹൈന്ദവ സമൂഹം തലമുറകളുടെ കാത്തിരിപ്പാണ്. അത് അയോധ്യയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രമല്ല, ഭാരതത്തിലുടനീളമുള്ള ഈ ഭൂമിയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ കാലങ്ങളോളമുള്ള കാത്തിരിപ്പിന് അതിന് വീര്യം പകർന്നത് നമുക്ക് 1949 അവിടെ ആ നിർമ്മിതിയിൽ ഒരു വിഗ്രഹം, ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹം എത്തിയതോടുകൂടിയായിരുന്നു. പിന്നീട് നമുക്കറിയാം, സ്വന്തം ജന്മഗൃഹത്തിൽ ഒരു കുടിലിൽ കഴിയുന്ന അവസ്ഥയിൽ ഏതൊരു ഹൈന്ദവ സമൂഹത്തിന്റെയും ഏതൊരു ഹൈന്ദവന്റെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അയോധ്യയിൽ ഒരു ഷെഡിനകത്ത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വിഗ്രഹം കഴിഞ്ഞ കഥ നമുക്കറിയാവുന്നതാണ്. പിന്നീട് 80കളിലും 90കളിലുമാണ് അയോധ്യ മൂവ്മെന്റിന് തീയുടെ കാറ്റ് പകർന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘവും ബി ജെ പി അതിന്റെ രാഷ്ട്രീയ അജണ്ടയായി അയോധ്യയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശേഷവതാർ ക്ഷേത്രത്തിൽ നേരത്തെ സപ്തമന്ദിറിൽ ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി. ഇപ്പോൾ ശേഷവതാർ ക്ഷേത്രത്തിലാണ് പ്രധാനമന്ത്രി ദർശനം നടത്തുന്നത്. ഇതിനൊക്കെ ശേഷമായിരിക്കും, ഇതിന്റെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രി ധർമ്മ ധ്വജാരോഹണത്തിന് എത്തുക എന്നുള്ളതാണ്. ശേഷവതാർ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീകാന്തിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത്, സപ്തമന്ദിറിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. ഇപ്പോൾ ശേഷവതാർ ക്ഷേത്രത്തിലും ദർശനം നടത്തി. ഇനി അല്പം നിമിഷങ്ങൾ മാത്രമാണ് ഏതാണ്ട് ബാക്കിയാകുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആ പുണ്യ നിമിഷത്തിന് നമ്മൾ സാക്ഷിയാകാൻ പോവുകയാണ്. ശ്രീകാന്ത്, അവസാനവട്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ്. ശ്രീകാന്ത്, പറയും. രാഗി, ഇനി കേവലം 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. അതായത് 11:58 ആ പ്രധാനപ്പെട്ട ചടങ്ങ്, ധ്വജാരോഹണ ചടങ്ങിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ശുഭമുഹൂർത്തം. 11:58-നും 1 മണിക്കും ഇടയിലുള്ള അഭിജിത്ത് മുഹൂർത്തമാണ് അതിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഹനുമാൻ ഘടിയിലേക്ക് അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരും. ഹനുമാൻ ഘടിയിൽ അദ്ദേഹം ദർശനം നടത്തുകയും ചെയ്യും. ഹനുമാൻ ഘടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ഈ അയോധ്യ നഗരത്തെ ഒന്നാകെ കാത്ത് രക്ഷിച്ച് ഭഗവാൻ ശ്രീരാമൻ്റെ വരവിനായി ഇത്രയും വർഷക്കാലം കാത്തിരുന്ന ഭഗവാൻ ആഞ്ജനേയൻ്റെ പ്രതിഷ്ഠയുള്ള സ്ഥലം കൂടിയാണ് ഈ ഹനുമാൻ ഘടി എന്ന് പറയുന്നത്. അവിടെ ദർശനം നടത്താതെ രാം മന്ദിറിലേക്ക്, രാംലല ദർശനത്തിനായി ആരും പോകാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ പ്രധാനമന്ത്രി അവിടേക്കെത്തും. ശേഷം രാംലല ദർശനത്തിനായി അദ്ദേഹം പോകും. രാംലല ദർശനത്തിന് ഒടുവിൽ അദ്ദേഹം ഈ പതാക, ഭഗവദ്ധ്വജം ഉയർത്തുന്നതിന് പോവുകയും ചെയ്യും. രാഖിയ, കുറച്ച് ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം എന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ നേരെ കാണുന്ന വഴിയിൽ, അതുവഴിയാണ് പ്രധാനമന്ത്രി ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അത് ഹനുമാൻ ഗഡിയിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. അവിടെ മുഴുവൻ ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ അതിലേക്കുള്ള യാത്രാവഴി തടഞ്ഞിട്ടുണ്ട് പോലീസ്. കാരണം അത്രയധികം സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഉള്ളതാണ്. ഇനി ഈ അയോധ്യയുടെ ചരിത്രത്തിലേക്ക് രാഗി നമ്മൾ പോവുകയാണ് എങ്കിൽ, ഇത്രയധികം രക്തരൂഷിതമായ ചരിത്രം മറ്റേതെങ്കിലും എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരുപക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും ഇത്രയും രക്തരൂക്ഷിതമായ പോരാട്ടം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം 500 ആണ്ടുകൾ നീണ്ട പോരാട്ടം എന്ന് പറയുന്നത് ഒരു തലമുറ, 2, 3, 4, 5 തലമുറകളിലേക്ക് കൈമാറിയ പോരാട്ടവീര്യം എന്ന് പറയുന്നത്, അത് എങ്ങനെ ഇങ്ങനെ തലമുറകളോളം
അത് ഒരു ഹൃദയവികാരമായി സൂക്ഷിക്കാൻ സാധിച്ചു, അത് നേടിയെടുക്കം വരെ പൊരുതാൻ സാധിച്ചു എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നുണ്ട് രാഖി. പക്ഷേ ഞാൻ ഇവിടെ പലതവണയായി വന്ന ഘട്ടത്തിൽ കണ്ട കാഴ്ചകൾ സർവസംഘ പരിത്യാഗികളായ സന്യാസി വര്യന്മാരുടെ ആശ്രമങ്ങളുടെ, സന്യാസിമാരുടെ, മഠങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഈ അയോധ്യ നഗരം. അത് ഈ ഉത്തർപ്രദേശ് മുഴുവൻ അങ്ങനെ തന്നെയാണ്. അവരുടെ ഭജനകളിലൂടെ, അവരുടെ ഭക്തിഗാനങ്ങളിലൂടെ, അവർ നടത്തിയ പ്രബോധനങ്ങളിലൂടെ രാമനും അയോധ്യയും ഹൃദയത്തിലേക്ക് കയറിപ്പറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു വികാരമായി മാറി, അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു നെരിപ്പോടായി കത്തിയെരിഞ്ഞു എന്ന് വേണം രാഖി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊടുവിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത്, കൃത്യമായ സമയത്ത്, എല്ലാം ഒത്തുവന്ന സമയത്ത് ഭവ്യമായ രാമക്ഷേത്രം പണിതുയർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. 1951 ഫൈസാബാദ് കോടതി രാമക്ഷേത്രം തുറന്നു കൊടുക്കാൻ വിധി കൽപ്പിച്ചെങ്കിലും അന്നത്തെ UP സർക്കാർ ഈ വിധി നടപ്പാക്കിയില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഹിന്ദു വിഭാഗത്തിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം, സനാതനധർമ്മ വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മാത്രമായിരുന്നു നടന്നത് എന്ന് മനസ്സിലാക്കണം. മുലായത്തെ പോലെയുള്ള ആളുകൾ ഭരിച്ച നാടാണ് ഇത് എന്നോർക്കണം. ഒരു ഘട്ടത്തിൽ അണപൊട്ടിയൊഴുകിയ ഹൈന്ദവരോഷം അയോധ്യയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അതിനെ തോക്കും ലാത്തിയും കൊണ്ട് നേരിട്ട് അടിച്ചമർത്തിയ മുലായത്തിൻ്റെ നാളുകളൊക്കെ തന്നെ പോയി മറഞ്ഞിരിക്കുന്നു ഈ അയോധ്യയിൽ. ഇന്നത് ഹിന്ദുത്വ ഭൂമിയാണ് അയോധ്യയും ഉത്തർപ്രദേശും എന്നുള്ളത് വിധിയുടെ വിളയാട്ടം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ തെരുവീതികൾക്ക് പോലും, ഈ ഭക്തർ നടന്നു വരുന്ന തെരുവീതികൾക്ക് പോലും വലിയ പ്രത്യേകതയുണ്ട്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് രാഖി. ഈ തെരുവീതികൾ ഇന്നിവർ ഈ ജയ് ശ്രീറാം വിളികളോടെ ഭജനകൾ പാടി ഈ നടന്നു വരുന്ന വഴികൾ ഒരു കാലത്ത് ഇവർക്ക് അന്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഈ തലമുറയിൽ നമുക്ക് അയോധ്യയിലെ കാഴ്ചകളിലേക്കൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും മടങ്ങിയെത്തേണ്ടത് എന്നുള്ളതാണ്. അയോധ്യയിൽ പുണ്യ നിമിഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതാണ്. കനത്ത സുരക്ഷയിലാണ് രാമജന്മ ഭൂമി എന്നുള്ളതാണ്. ശ്രീകാന്ത് ഉണ്ട്, നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ നൽകാനായി ജിഷ്ണുവും നമുക്കൊപ്പം ചേരുമെന്ന്